കണ്ണൂർ ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ സംസാരിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ ഒരു വീഴ്ചയായിട്ടൊന്നും കാണുന്നില്ല. അതേസമയം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സസ്പെൻഷൻ നടപടി സർക്കാരിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടിയിലേക്ക് പോകും. ബാക്കി ഒരു ജയിൽ വകുപ്പിൻ്റെ ആകെ വീഴ്ചയായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ മാക്സിമം ജയിലിൻ്റെ സ്ട്രെങ്ത് എന്താണോ 1200-ലധികം തടവുകാർ ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ഇക്കാര്യത്തിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അത് കർശനമായി പരിശോധിക്കും എന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത്. അത് തുടർ നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് ഒരു പ്രശ്നമായി തോന്നുന്നു. ജീവനക്കാരുടെ കുറവ് ഇപ്പോൾ ചേരാട്ടൻ പറഞ്ഞ 1000-ലധികം തടവുപുള്ളികളുണ്ട്. ജീവനക്കാരുടെ ഒരു കുറവ് ഒരു പ്രശ്നമല്ല. അല്ല, നിലവിലുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അനുസരിച്ചുള്ള ജീവനക്കാരവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ തടവുകാരവിടെ ഉണ്ട്. അതാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അതായത് ഇപ്പോൾ ഈ ജീവനക്കാരുടെ ഒരു വീഴ്ച എന്ന നിലയിലാണ് ചേരാട്ടനെ കാണുന്നത്. ജീവനക്കാരുടെ ഒരു വീഴ്ച എന്ന നിലയിൽ മാത്രമാണോ? പിന്നെ ജീവനക്കാരുടെ വീഴ്ച എന്ന നിലക്ക് മാത്രമാണ് കാണുന്നത്. ഈ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ഒരു തീരുമാനം അതിൽ പറയാൻ? സർക്കാർ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം വരും. ഞാനിവിടെ ഖാദിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് എന്നെ പറയും. പിന്നെ ഞാനിവിടെ പറഞ്ഞു, അതായത് ഇവിടെ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. അതിൽ കൂടുതൽ